ജാസ്മിൻ ആണെന്നും എനിക്കറിയാം, ഇത് ബിഗ് ബോസ് ആണെന്നും എനിക്കറിയാം. ജാസ്മിൻ രാവിലെ തന്നെ ഒരു ഫയറിംഗ് മോഡിലാണ്. ജിൻഡോ വന്നപ്പോഴത്തേക്കും ജിന്നോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളല്ലേ കിച്ചൺ ടീം, എനിക്ക് രാവിലെ ചായ കിട്ടിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, നീ വെയിറ്റ് ചെയ്യണം, ഞാൻ രാവിലെ ബാത്റൂമിൽ പോകുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. നീ ഇപ്പോൾ എന്ത് ചെയ്യാൻ പോകുമെന്ന് ചോദിക്കുന്നുണ്ട് ജിൻഡോ. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, ഞാൻ കറി ഉണ്ടാക്കാൻ പോകുവാന്ന്. അപ്പോൾ ജിൻഡോ ചോദിച്ചു, നിന്നോട് ആരാ പറഞ്ഞത്? എന്നോട് ക്യാപ്റ്റൻ പറഞ്ഞു. വീണ്ടും ജിൻഡോ ചോദിക്കുന്നുണ്ട്, ഏത് ക്യാപ്റ്റൻ? ഇവിടെ നിങ്ങൾക്ക് എത്ര ക്യാപ്റ്റനെ അറിയാം, നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോഴല്ലേ ഇവിടെ ഫുഡ് കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഡോനോട് തർക്കിച്ച് പറഞ്ഞിട്ട് ജാസ്മിൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവാ. ഇന്നലത്തെ സാധനങ്ങളാണ്, ഇന്നലെ ഉണ്ടാക്കിയതല്ല, ഇന്നായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി. ജാസ്മിൻ പറയുന്നുണ്ട്, ഇതൊക്കെ ഇന്നലത്തെ സാധനങ്ങളാണ്, ഇന്നുണ്ടാക്കിയതല്ല. ഇവിടെ ഋഷിയൊക്കെ ഇന്നലെ ഉണ്ടാക്കിയത്, അതേ തലേദിവസം ഉണ്ടാക്കിയതൊന്നും കഴിക്കത്തില്ല. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്, എന്തെങ്കിലും കറി ഉണ്ടാക്കണം, എല്ലാവർക്കും കഴിക്കണം, അതാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ ഒരുമാതിരി കയർത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള എല്ലാവരും നോർമലായിട്ട് നിന്ന് കിച്ചണിൽ നിന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരും സൗണ്ട് റേസ് ചെയ്യുന്നൊന്നുമില്ല. ജാസ്മിൻ മാത്രമാണ് അവിടെ കിടന്നിട്ട് ഒരു ഷോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജാസ്മിൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ജിൻഡോയ്ക്ക് ദേഷ്യം വന്നു തുടങ്ങി. ജിൻഡോ പറയുന്നുണ്ട്, ഞാൻ ജിൻഡോ. അപ്പോൾ ജാസ്മിൻ തിരിച്ചു പറയുന്നുണ്ട്, പിന്നെ നിങ്ങൾ രമണിയാണെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കിച്ചൺ ടീമായിട്ട് നിങ്ങൾ എന്ത് തേങ്ങയ്ക്കാണ് ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ജിൻഡോ പറയുന്നുണ്ട്, നീ കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അർജുനും സിജോയൊക്കെ പറയുന്നുണ്ട്, രാവിലെ നിങ്ങൾ കിച്ചണിൽ കിടന്നിങ്ങനെ ബഹളം ഉണ്ടാക്കല്ലേ, ഇവിടെ വെച്ച് സംസാരിക്കരുത്, ഭക്ഷണ സാധനം ഉണ്ടാക്കുവാണ്, നിങ്ങൾ അങ്ങോട്ടേക്ക് മാറി നിന്നാ പോയി. ജാസ്മിൻ പറയുന്നത്, ഇത്രയും നേരെയായിട്ട് ജിൻഡോ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നാണ് ജാസ്മിൻ പറഞ്ഞ അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട്, നിങ്ങൾ ഫുഡ് ഉണ്ടാക്കുമ്പോഴെങ്കിലും ഒച്ച ഉണ്ടാക്കരുതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ജാസ്മിനും കേൾക്കുന്നില്ല, ജിൻഡോയും കേൾക്കുന്നില്ല. ജാസ്മിൻ ഇങ്ങനെ ജിൻഡോനെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തേങ്ങ മാങ്ങ എന്നൊക്കെ പറയുന്നത്. ജിൻഡോ പറയുന്നുണ്ട്, നീ മര്യാദയ്ക്ക് സംസാരിക്കും, നീ രാവിലെ തന്നെ ഇങ്ങനെ തറയാവല്ലേ എന്നൊക്കെ ജാസ്മിനോട് പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, തേങ്ങ എന്ന് പറയുന്നത് എത്ര ചീത്ത വാക്കാണെന്നൊക്കെ ജാസ്മിൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ജാസുമോൾ ചെയ്തൊരു വേലത്തരമാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനൊന്നും ജാസുമോക്ക് യാതൊരു കുഴപ്പമില്ല. ജിൻഡോ ഒന്ന് കറക്റ്റ് സമയത്ത് അവിടെ വന്ന് എത്തി നോക്കിയിട്ടില്ല എന്നും പറഞ്ഞിട്ടുള്ള ബഹളാണ് ഇപ്പം കേട്ടോണ്ടിരിക്കുന്നത്. പക്ഷെ ജാസുമോൾ ചെയ്ത് അവിടെയുള്ള ആരും കണ്ടില്ല എന്ന് തോന്നുന്നു. ജിൻഡോ കണ്ടായിരുന്നെങ്കിൽ അപ്പം തന്നെ പ്രതികരിച്ചേനെ, ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ജിൻഡോ കറി ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിലൊരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് ജാസ്മിൻ വന്നു. ജാസ്മിൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ജിൻഡോ പറഞ്ഞു, ഞാൻ കുറുക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം, നീ പോടി അവിടെ നിന്ന് പറഞ്ഞു. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, എടി പോടി എന്നുള്ള വിളിയൊന്നും വേണ്ടാട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ ജിൻഡോ തിരിച്ചു പറയുന്നുണ്ട്, ഈ തേങ്ങാ മാങ്ങ എന്നൊക്കെ വിളി നീ ആദ്യം നിർത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, തേങ്ങാ മാങ്ങ അതൊന്നും വിളിക്കാം, നീ അങ്ങനെ ആദ്യം ഒന്ന് നീ മര്യാദയ്ക്ക് നീ സംസാരിക്കാൻ പഠിക്കുക, എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ എന്നൊക്കെ തിരിച്ചു പറയുന്നുണ്ട്. അപ്പം ജാസ്മിൻ പറയുന്നുണ്ട്, അത് ഞാൻ കണ്ടതാ, നിങ്ങൾ ലാലേട്ടന് മുമ്പിൽ വെച്ചിട്ട് കാണിച്ച ആക്ഷൻ ഞാൻ കണ്ടതാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിൻഡോ തിരിച്ചു പറയുന്നുണ്ട്, നിന്റെ സ്വഭാവത്തിന് അങ്ങനെ കാണിച്ചു പോകുമെന്ന് ജിൻഡോ പറയുന്നുണ്ട്. ഓരോരുത്തരുടെ ക്യാരക്ടറിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോന്ന് കാണിക്കുന്നതെന്ന് ജിൻഡോ പറയുന്നുണ്ട്.